സൺ സൂര്യകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് റൈസ് കരിയർ ക്യാമ്പസിൽ തന്നെയാണ്. മാമംഗലത്തുള്ള അതേ കോളേജിൽ തന്നെയാണ്. ഇവിടെ കുട്ടികൾ റെഡിയായിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. മലയാളം ക്ലാസിക് ഹിറ്റായ ചമയം ഭരതൻ ഡയറക്റ്റ് ചെയ്ത മനോഹരമായ ഒരു സിനിമയായിരുന്നു. അതിൽ മുരളി, നമ്മുടെ മനോജ് കെ ജയൻ ഒക്കെ അഭിനയിച്ച അതിരസകരമായ ഒരു സീക്വൻസാണ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ വീണ്ടും റൈസ് കരിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് കുറച്ച് പേരെ കൂടെ ഞങ്ങളിതിലേക്ക് വിളിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമില്ല, അവരുടെ കഴിവ്. അതുകൊണ്ട് നമ്മുടെ ഓഡിയൻസ് ആ എപ്പിസോഡ് കണ്ടിട്ട് കുറേ പേര് പേഴ്സണലി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, ആ കുട്ടികളെ വിടരുത്, അവർക്ക് ഒരുപാട് കഴിവുകളുള്ളതാണ്, ഞങ്ങൾക്ക് ചിരിച്ച് ഞങ്ങളുടെ ഇത് കഴിഞ്ഞില്ല, അവരെ കൊണ്ടുവരൂ. അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആക്ടിങ്ങാണ് അവർ കാഴ്ചവെക്കാൻ പോകുന്നത്. സോ നമ്മൾ പുതിയതായിട്ട് വന്ന കുറച്ച് കുട്ടികൾ ആദ്യത്തെ ഒരാളെ അങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. എന്താണ് പേര്? ചൈതന്യ. ഓക്കെ, ചൈതന്യ എവിടെയാണ് നാട്? എറണാകുളം തന്നെയാണ്. റെഡി, ആക്ഷൻ. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ഇരുമ്പഴികളുടെ ബന്ധനങ്ങൾ കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസെ. രാജപ്രതാപങ്ങളുടെ ഗർവിന് മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് അസ്തമിച്ചാലും ആത്മാവിന്റെ അവസാന അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ എന്റെ നാവിൽ നിന്നൊന്നേ മന്ത്രിക്കൂ. എന്താണ്? ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഇത് തന്നെ ആക്ട് ചെയ്ത് പറഞ്ഞു. കറക്റ്റാ, ഡയലോഗ് കറക്റ്റാണ്. ഹാപ്പിയാണല്ലോ. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. നീ വാ. ഇരുമ്പഴികളുടെ ബന്ധനങ്ങൾ കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസെ. രാജപ്രതാപങ്ങളുടെ ഗർവിന് മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് അങ്ങനെ പറയും. സൂര്യചന്ദ്രന്മാർ ഇവിടാണോ ഇരിക്കുന്നത്? 1000 സൂര്യചന്ദ്രന്മാർ ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. 1000 എന്റെ കണ്ണിട്ട് കുത്താനുള്ള പരിപാടിയാണ്. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടായിരിക്കും ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവാ. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് അസ്തമിച്ചാലും 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് അസ്തമിച്ചാലും ജീവന്റെ ഒരു കണികയില്ലെങ്കിലും അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ. ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ. അങ്ങനെ ജീവന്റെ ഒരു അല്ല, ഭയങ്കര കേട്ടോ. ഇത് പറഞ്ഞു കൊടുത്താൽ വേറെ ലെവലിലേക്ക് പോകുന്ന വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ജീവന്റെ ഒരു കണിക. അയ്യോ, അത് കുട്ടുപിടിയാണ് സാധനം വന്നില്ല. ആദ്യത്തെ സാധനം അങ്ങ് പോയി. കൈയടിച്ചിട്ട് കൂടി പോകുന്ന സംശയം. റെഡി, ആക്ഷൻ. അത് ആനക്കുമ്പിനെ എടുത്ത് വെള്ളം ചീറ്റ് നമുക്ക്. ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കി നിൽക്കും വരെ എന്റെ വായിലോ തുണി തിരിക്കോ. എന്റെ നാവിൽ നിന്നൊന്നേ മന്ത്രിക്കും. എന്താണത്? ഞാൻ അവളെ സ്നേഹിക്കുന്നു. ശരി എന്നാ, വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ഇല്ല, എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാം. എന്താ പേരെന്താ? രാഹുൽ. ഏതിനാ പഠിക്കും? ഞാൻ ഡിപ്ലോമ ഏവിയേഷൻ. നാട്? എറണാകുളം. അപ്പൊ തുടങ്ങാം. റെഡി, രാഹുൽ, ആക്ഷൻ.
ഇരുമ്പ് വഴികളുടെ ഇരുമ്പ് വഴിയല്ല മോനെ, ഇരുമ്പഴി. ഓക്കെ, വാ. ഇരുമ്പ് വഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാഴ്മലയിൽ കൊണ്ടോ ഒന്നിച്ച് പിരിയാനാ ഒന്നിച്ച് പിരിയാനാ. ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. ഐ വാണ്ട് ഡ്രൈവാഷ്. ഒന്നിച്ച് പിരിക്കാനാവില്ല തിരുമനസെ. ഒന്നിച്ച് പിരിക്കാനാവില്ലെന്നോ? അല്ല, ആവില്ല. കയറ് തൊഴിലാളികളാണോ അവര്? അല്ല. പിന്നെ ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഒന്നായി ചേരാൻ പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാൻ പറയുന്നതല്ല, പിരിക്കാനാവില്ല തിരുമനസെ. രാജപ്രതാപങ്ങളുടെ ഗർവിനെ അറിയപ്പെടുന്നത് അല്ല, അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ ഇല്ല. ഒരു നിർമ്മല സ്നേഹം 1000 സൂര്യചന്ദ്രന്മാരുടെ ഒന്നിച്ച് അസ്തമിച്ചാലും ആത്മാവിന് ഒരു അണുവെങ്കിലും ഉണ്ടെങ്കിൽ ജീവന്റെ ഒരു കണിക്ക ബാക്കി ജീവന്റെ പിടിവിട്ട് നിൽക്കുവാണ് സാർ. തന്റെ പിടിവിട്ട് നിൽക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ താനും വഴി തെറ്റും, ഈ കേസും വഴി തെറ്റിക്കും, എന്നെ ഒരുപാട് തെറ്റിക്കും. ജീവന്റെ ഒരു കണിക്ക ബാക്കി ജീവന്റെ ഒരു കണിക്ക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒരേ മന്ത്രേ ചൊല്ലിക്കുള്ളൂ. അതേത് മന്ത്രം പറയില്ല? ഞാൻ ഇവളെ സ്നേഹിക്കുന്നു. അതെങ്കിലും നല്ലോണം പറ. ഞാൻ ഇവളെ സ്നേഹിക്കുന്നു. ഓക്കെ, ഇനി പെട്ടെന്ന് പറയുമെന്ന് എനിക്കറിയാം. അവനെ എനിക്ക് കൂടുതൽ നിർത്തി സങ്കടപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഇതാരാണ്? ഉമ്മൻചാണ്ടി. അറിയാം. ഇതാരായിരുന്നു? മുഖ്യമന്ത്രി ആയിരുന്നു. ഇതാരാണ്? നിനക്കിവിടെ പറയാൻ സാധിക്കൂ ഇത്? തോമസ് ആൽവ എഡിസൺ. വെരി ഗുഡ്. ഇതേ ആരാണ്? സയന്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായ കണ്ടുപിടുത്തതാണ് ബൾബ് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. നല്ലൊരു കൈ കൊടുക്കുക. മിടുക്കനാണ്, മണ്ടനല്ല. യെസ്. എന്താണ് പേര്? അഞ്ജന കഴിഞ്ഞ ബാച്ചിൽ വന്നിരുന്നു, പക്ഷേ ആക്ട് ചെയ്യാതെ പോയി. ഇപ്രാവശ്യം നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അഞ്ജന. അഞ്ജനയുടെ നാട് എവിടെയാണ്? കോട്ടയത്താണ്. അപ്പം റെഡി അല്ലേ? എന്താണ് അഞ്ജനെ? ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, അത്രയേ ഉള്ളൂ. ഇരുമലകളുടെ ഇറുകിയെന്ന് തോന്നുന്നത്. അതാണ്. ഓക്കെ, മതി. മിണ്ടാതിരിക്കണ അവിടെ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. ഇരുമലകളുടെ എന്തോ എന്തെന്ന് ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ കിന്നരന്മാര് എന്താ സിനിമാറ്റിക് ഡാൻസ് ആണോ? അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? രാജകിങ്കരന്മാരുടെ വാൽമീകം കൊണ്ടോ? അല്ല, വാൽമീകിയോ? വാൽമൊഴി കൊണ്ടോ? വാൽമൊഴിയോ? വാലൊക്കെ മൊഴിയുന്നത് എനിക്കറിയില്ല കേട്ടോ. വാൽമുണ കൊണ്ടോ? ഇതെന്തോന്ന് തെലുങ്ക്? മുന കൊണ്ടോ? ഒന്നായിരുന്ന മനസ്സേ. ഒന്നായിരുന്ന വനിതയെ. ആഞ്ജനേയ സ്വാമി. ഒന്നായി ചേർന്ന മനസ്സേ. പിരിക്കാനാവില്ല മക്കളെ. തിരുമനസ്സേ. രാജപ്രവാഹങ്ങളുടെ ഗംഗാ പ്രവാഹമേ. ആ സമയത്ത് അന്നശ്രീ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. രാജപ്രവാദങ്ങളുടെ പുതിയ വേട് നിഘണ്ടുവിനൊരു വലിയ നിഘണ്ടു തന്നെ വേണ്ടി 1000 പേജുള്ള കല്ലേല് ബാബിളിങ്ങൊന്ന്. അതിനാണ് കല്ലേല് ബാബിളിങ്ങോ. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? പ്രഭാതങ്ങളോ? പ്രതാപുണ്ട്. സംഭവം അല്ലല്ല, അത് പറഞ്ഞു. രാജപ്രതാപങ്ങളുടെ ഇവിടെ നോക്കട്ടെ. എവിടെ? ഇതുപോലുള്ള മരങ്ങോടന്മാർ താമസിക്കുന്നിടത്തുനിന്ന് മാറി താമസിച്ചാ കൊള്ളാം. മുന്നിൽ അടിവറ പറയാനോ? അടിവറകോ? പറയാനുള്ളതല്ല. എന്ത്? അടിയറവോ? അടിയറവ് പറയാനുള്ളതല്ല. ഞങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. അല്ല, ഞങ്ങളുടെ സ്നേഹം അല്ല, നിർമ്മല സ്നേഹം 1000 സൂര്യചന്ദ്രൻ അസ്തമിച്ചാലും
അസ്തമിച്ചാൽ അവരെ പിരിക്കാൻ അല്ല ഞങ്ങളെ പിരിക്കാൻ, പിരിക്കാവില്ലേ? ഞങ്ങളുടെ ആത്മാവിനെ പിരിക്കാൻ. ചത്ത അവര്. താനിത് കേക്കണുണ്ടാടോ? കേക്കണുണ്ട് മുതലാളി. ആത്മാവിന് അവസാനത്തെ അണുവ്, എന്ത് ജീവന്റെ ജീവന്റെ അണുവ്, അണുവിനെ അങ്ങ് വിട്. ഒരണവ് നിന്റെ ഈ മരം മോന്തം വരാണ്ട് പെടയാ പടച്ചാലുണ്ടല്ലോ, നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തു നെണ്ണി പറക്കേണ്ടി വരും. മറക്കില്ല. എന്ത് മറക്കില്ല? ബാക്കി നിൽക്കെ. ആര് ബാക്കി നിൽക്കേ? ജീവന്റെ ഒരു എന്ത്? ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കെ. എന്റെ നാവ്. നോക്കട്ടെ. നാവ്. നിന്റെ നാക്ക് നല്ലതാണോ? എന്റെയോ? നോക്കിയേ. ശരിയാ, ശരി. ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ 8 നാക്ക് ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ നാവ് ഒന്നേ മന്ത്രിക്കുള്ളൂ. എന്താണ്? നിന്നെ ഞാൻ ഇവളെ സ്നേഹിക്കുന്നു. ആരെ? ആരെ? അവളെ സ്നേഹിക്കുന്നു. ഓ, എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പറഞ്ഞ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ശാസ്ത്ര ക്ഷേത്രം. പെട്ടെന്ന് പറ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശാസ്ത്ര എന്നല്ല, ശാസ്ത്ര ക്ഷേത്രം. റെഡി. ലാസ്റ്റ് മതി. ഉറപ്പിക്കോ? മതി. ഉറപ്പിക്കാല്ലേ? സോണിയാഗാന്ധിയുടെ ആരാണ് ഇന്ദിരാഗാന്ധി? അമ്മ. സോണിയാഗാന്ധിയുടെ കുട്ടി മാസാണല്ലോ മായിച്ചേട്ടാ. സോണിയാഗാന്ധിയുടെ ആരാണ് ഇന്ദിരാഗാന്ധി? അറിയില്ല. കേട്ടോ, പറഞ്ഞോട്ടോ പോലെ. മരുമോൾ. യെസ്, മരുമോള്. മനസ്സിലായോ? ഓക്കെ. അയ്യോ, എന്തല്ലേ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് കണ്ടല്ലോ, അതിനകത്ത് എല്ലാവരും കിടിലമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പ്രൈസ് വാങ്ങാതെ പോയി. പക്ഷേ ആ വാശിയോടുകൂടി ഈ എപ്പിസോഡിൽ വന്ന് അദ്ദേഹം പ്രൈസ് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ വരികയാണ്. അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ് മെറിൻ. യെസ്, മെറിൻ. ആദ്യം തന്നെ അതിനൊരു നല്ലൊരു അപ്രിസിയേഷൻ തരികയാണ്. അങ്ങനെ വേണം കുട്ടികളായ. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായ മനസ്സുകളെ പിരിക്കാനാവില്ലതിന് മനസ്സേ. രാജപ്രതാപന്മാരുടെ ഗർവിന് മുൻപിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചസ്തമിക്കുന്ന അങ്ങനെ ഉണ്ടോ? 1000 സൂര്യചന്ദ്രന്മാർ അസ്തമിച്ചാലും ഒന്നിച്ചസ്തമിച്ചാലും ഞങ്ങളുടെ ജീവന്റെ കണികയിൽ അയ്യോ ടെൻഷനാണ്. പൊന്നപ്പച്ചേട്ടൻ, എനിക്കൊരു സംശയം. ഈ കുട്ടി ടെൻഷൻ ഒരു ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആത്മാവിന്റെ അവസാന കണികയിൽ ജീവന്റെ ഒരു അല്ല, ഞങ്ങളുടെ ആത്മാവിന്റെ ആത്മാവിന്റെ അവസാന അണുവിൽ ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ നാവിൽ നിന്ന് ഒന്നേ മന്ത്രിക്കൂ. എന്താണ്? ഞാൻ ഇവിടെ സ്നേഹിക്കുന്നു. ഇത് ആക്ട് ചെയ്ത് പറയണം. അയ്യോ, എന്താ പാപ്പ? എനിക്കൊന്നുമില്ല. ആ ചറ്റിയോടൊന്നും വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ വന്നു. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിന്നരന്മാരുടെ ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായ മനസ്സുകളെ പിരിക്കാനാകില്ല തിരുമനസ്സേ. മന്ത്രത്താൽ അല്ല. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. രാജമന്ത്ര. രാജപ്രതാപങ്ങളുടെ വാൾമുനകൾക്കുള്ളിൽ ഉള്ളിലോ? അല്ല, രാജപ്രതാപങ്ങളുടെ ഗർവിന് മുൻപിൽ അടിയറ വയ്ക്കാനുള്ള പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. ഞങ്ങളുടെ നിർമ്മല സ്നേഹം. അതാണ് ആക്ടിങ് വരുന്നുണ്ട്. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചസ്തമിച്ചാലും ആത്മാവിന്റെ അവസാന കണികയിൽ ജീവന്റെ ഒരു തുടിപ്പ്. അല്ല, ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ നാവിൽ നിന്ന് ഒന്നേ മൊഴിയൂ, ഉച്ചരിക്കൂ, മന്ത്രിക്കൂ. എല്ലാം ഒരു അർത്ഥമല്ലേ? മന്ത്രിക്കൂ. ഞാൻ ഇവളെ സ്നേഹിക്കുന്നു. അത് ശരി, നല്ല റൊമാൻറ്റിക് ആയിട്ട് അത് നോക്കി പറ. ഞാൻ ഇവളെ സ്നേഹിക്കുന്നു.
എന്നാ പിന്നെ ഞാനങ്ങട് ഗ്രാൻഡ്മ ഒന്നിങ്ങോട്ട് പറഞ്ഞു. മകളോ എവിടെ ഇവനിത് എവിടെ പോയി കിടക്ക? ഇത്ര അടുത്ത് എന്തിനാ കഴുത ഇങ്ങനെ കാണുന്നത്? അടുത്തേക്കല്ല കഴുതേന്റെ ഒച്ചെടുത്ത് വിളിക്കുന്നേ. പേരെന്തായിരുന്നു? ആതിര. ആതിര. എവിടെയായിരുന്നു സ്ഥലം? കൊല്ലം. കൊല്ലത്താണ്. ഓക്കെ, അപ്പം ശരി, ആക്ഷൻ. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസേ. രാജപ്രതാപങ്ങളുടെ ഗർവിന് മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മലമായ സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചസ്തമിച്ചാലും ആത്മാവിൻ്റെ ഒരു അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എൻ്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. കറക്റ്റാണ്. ഇത് ഇനി അഭിനയിച്ച് പറയണം. ഇതിപ്പോ ഡയലോഗ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു, നമുക്ക് അതല്ല വേണ്ടത്, ഇത് ആക്ട് ചെയ്ത് പറയണം. എനിക്ക് മറ്റത്തിൽ ആക്ട് ചേർന്നൂടാ. അയ്യോ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്. ശരി, ഇതാ നോക്കൂ, ഇതാണ് സംഭവം. അത് ഇവർക്ക് പറയാ, വേറെ ആരും പറയരുതേ. മോള് പറയുമെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതോ. വീശുവൻകുട്ടി. കറക്റ്റാണ്. ആരാണ് ഇദ്ദേഹം? വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ. അത് തന്നെയല്ലേ ഞാനും പറയുന്നേ. ഭാവി ശരിയാ. എന്നാന്നേ ബ്യൂട്ടിഫുൾ. മാളവിക റെഡിയല്ലേ? ആർട്ടിസ്റ്റ് റെഡി, ആക്ഷൻ. ഇരുമ്പഴികളുടെ അവസാനം. ഇരുമ്പഴികളുടെ അവസാനം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇരുമ്പഴികളുടെ ബന്ധനങ്ങൾ കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ മുനകൾ കൊണ്ടോ വാൾമുന കൊണ്ടോ ഞങ്ങളെ പിരിക്കാനാവില്ല തിരുമനസേ. രാജപ്രതാപങ്ങളുടെ ഗർഭയ്ക്ക് മുമ്പിൽ അടിയറ പതറാനുള്ളതല്ല ഞങ്ങളുടെ ഈ നിർമ്മലമായ സ്നേഹം. ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കേ. ജീവന്റെ ഒരു കണിക ബാക്കി ഇതാണോ സെന്റിമെന്റ്? കണിക ബാക്കി നിൽക്കേ. എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കും. എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കും. അത് ഭയങ്കര ഫീലിങ്സ് പറ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. പിന്നെ യവം പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. വാ മോനെ, നീ വാ. എന്താണ് പേര്? ഹാനി മുഹമ്മദ്. ഹാലി മുഹമ്മദ്. ദേണ്ട അങ്ങോട്ട് നോക്കണം, അതാണ് നമ്മുടെ ക്യാമറ. ഹാനി മുഹമ്മദ്. അലി മുഹമ്മദ്. ഹാനി മുഹമ്മദ്. ഓക്കെ, എവിടെയാണ് നാട്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ഇവിടെ ഏത് ആണ് എടുത്തിരിക്കുന്നത്? ഞാൻ ഏവിയേഷൻ ഡിപ്ലോമ 1 ഇയർ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, റെഡി, ആക്ഷൻ. എന്ത്? ഞാൻ ഡയലോഗ് എന്താണ് റയസ് ഇത്? ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ. ഇരുമ്പഴിയുടെ ബന്ധനം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതറിയില്ല. രാജകിങ്കന്മാരുടെ വാൾമുനകളിൽ കൊണ്ടോ. വാൾമുനകളിൽ കൊണ്ടോ? അല്ല, ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാൾമുനകൾ കൊണ്ടോ പിരിക്കുന്നു. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഒന്നിച്ച് ഈ പഞ്ചായത്തിൽ അരി മൊത്തം നീ പെറുക്കിയെടുക്കൂ. ഒന്നായി ചേർന്ന് പിരിക്കാൻ ആവില്ല. പിരിക്കാൻ കയറിയിരിക്കുന്ന പരിപാടി തന്നെ നിനക്കുള്ള. കരുനാപ്പള്ളിയിലാണോ സ്ഥലം? എവിടെയാണ്? തഴവ അല്ലേ? വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഒന്നായി ചേർന്ന മനസ്സിനെ പിരിക്കാനാവില്ല തിരുമനസ്. രാജാവ് ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? രാജപ്രതാപൻ. കഴിഞ്ഞ എപ്പിസോഡിൽ രാജരാജ സോഴൻ എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു മിനിസ്റ്ററെ കണ്ടിട്ട്. രാജപ്രതാപൻ ഗർവിന് മുന്നിൽ അടി അടി അടിയറിവ് മുന്നിൽ പറയാൻ ഉള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് അസ്തമിച്ചാലും ആത്മാവിൻ പുസ്തകത്താളിൽ ഒരുമയിൽ പീലി പിടഞ്ഞു. അവസാനത്തെ ഒരു അണുവിലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ ജീവന്റെ ഒരു കണിക ബാക്കി ഉണ്ടെങ്കിൽ നിൽക്കും വരെ എൻ്റെ നാവിൽ
വരട്ടെ. മന്ത്രി ഞാൻ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ അവളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. ആ ഒരു വാക്ക് മാത്രം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയല്ലേ? അതെ. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. അപ്പോൾ വളരെ രസകരമായി തന്നെ എപ്പിസോഡ് പോയി. നമുക്ക് ഗിഫ്റ്റിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ആദ്യമായി തന്നെ വിളിക്കുന്നു ചൈതന്യ. ചൈതന്യ വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. മനസ്സിനെ തൊട്ടുണർത്തുന്ന പ്രകൃതിയുടെ രുചിക്കൂട്ട് OG ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റ്. ഇനി നമുക്ക് വിളിക്കാം ദേവി. രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നല്ല ഒറിജിനൽ ഏലക്കായ് ഇപ്പം നമുക്ക് ഓൺലൈനിലും ലഭിക്കുന്നതാണ്. കാർഡമം നാച്ചുറൽസ് നൽകുന്ന ഒരു. ഇനി വിളിക്കുന്നു ഗ്രീഷ്മ. ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇനി ഒട്ടും സമയം കളയരുത്. ഓക്കെ ആണോ? പ്രിസർവേറ്റീവ് ഇല്ല, മറ്റ് ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത കിക്കോറ സ്മൂത്തി മിക്സ്. കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കുന്നു അഞ്ജന. എൻ്റെ അഞ്ജനെ. അതെ, വീട്ടിൽ ചെന്നിട്ട് പാചകം അറിയത്തില്ലൊന്നും ഇനി പറയരുത് കേട്ടോ. അതിനകത്തൊന്നും ഇനി ഒട്ടും മടിക്കണ്ട. നല്ല ഒന്നാം തരമായിട്ട് ഖദീജ ഫുഡ് പ്രോഡക്റ്റാണ്. മായമില്ലാത്ത രുചിക്കൂട്ട് ആയിട്ട് ഖദീജ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഒരു. കൺഗ്രാറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് മെറിൻ. നീ കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യം കോൺഫിഡൻസോടി വന്നതിനൊരു പ്രത്യേക കൈയടി കൊടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലേ? ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യണമെന്ന്. അതാണ് വേണ്ടത്. പെർഫ്യൂം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റ് തരുന്നത്. അത് റയാൻ ആദം പെർഫ്യൂമിൻ്റെ വകയാണ്. ഇനി വിളിക്കുന്നു ആതിര. ആതിര വരവായി. ആദ്യമേ എന്നെ ഇട്ട് കറക്കിയിട്ടാ അല്ലേ ആതിരയ്ക്ക് എന്നെ കറക്കിയത് കൊണ്ട് മാത്രമല്ല പെർഫോം ചെയ്തുകൊണ്ട് സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പം എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. റൈസ് കരിയർ ക്യാമ്പസിലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളും ഈ എപ്പിസോഡും ഒക്കെ. വളരെ മനോഹരമായി കുട്ടികൾ പെർഫോം ചെയ്തു. ഭയങ്കര രസകരമാണ്. ഒരാളൊക്കെ ചിരിപ്പിച്ച് ഇവിടെ ഒരു പരുവമാക്കി. അപ്പോൾ അടുത്ത ഒരു കോളേജിൽ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ.